കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ ഗുണ്ടാ നേതാവ് അലുവ അതിലിനെ നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക്. കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഗുണ്ടാ നേതാവ് അലുവ അതുലിനെയാണ് നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെ ഇടുക്കി മുണ്ടക്കയത്തിനടുത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. ഇതോടെ കേസിലെ 8 പ്രതികളും പിടിയിലായതായി കൊല്ലം സിറ്റി പോലീസ് അറിയിച്ചു. കോട്ടയം പോലീസ് പിടികൂടിയ പ്രതികളെ കൊല്ലം പോലീസിന് കൈമാറുകയായിരുന്നു. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1-ാം പ്രതി അലുവ അതുലിനെ കാർ തടഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതുലിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി മനുവിന് കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. കടത്തൂർ വായനകം ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ജിം സന്തോഷിനെ വധിച്ചതിന് 1 വർഷം തികയുന്നതിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് കേസിലെ 1-ാം പ്രതി കൊല്ലപ്പെടുന്നത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങവെയാണ് പുതിയകാവിന് സമീപം വെച്ച് അതുൽ കൊലക്കത്തിക്ക് ഇരയാകുന്നത്.